അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും പൈസ അയച്ചു കൊടുക്കാനും അല്ലെങ്കിൽ പൈസ ഇങ്ങോട്ട് സ്വീകരിക്കാനും വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോൺ പേ, പേടിഎം, ഗൂഗിൾ പേ ഇങ്ങനത്തെ ആപ്ലിക്കേഷനുകളാണല്ലേ. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ, ഇങ്ങനത്തെ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുമ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് 2-3 ദിവസമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഗൂഗിൾ പേ ഫോൺ നമ്പർ അതുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, UPI ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ ആളിങ്ങനെ ഈ പ്രോബ്ലം എന്താ നോക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു സൊല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാങ്കിൽ ഇങ്ങനെ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കൂലേ, നമ്മൾ ബാങ്കിൽ നമ്പർ കൊടുക്കുമ്പോൾ ഇത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആദ്യം നമ്മൾ ആധാർ കാർഡുമായിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ ഈ പ്രോബ്ലം പരമാവധി കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് മെയിൻ പ്രോബ്ലം. ഒരു 80-85% ഇത് UPI ലിങ്ക് ആഡ് ചെയ്യാനുള്ള മെയിൻ പ്രോബ്ലം ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കുക. നിങ്ങൾ ആധാർ കാർഡ് ഒന്ന് ഫ്രണ്ടും ബാക്കും ഒന്ന് കോപ്പി ചെയ്തിട്ട് അത് നിങ്ങൾ ബാങ്കിൽ കൊണ്ടു കൊടുക്കുക. എന്നിട്ട് ബാങ്കിൽ കൊണ്ടു കൊടുത്തതിന് ശേഷം അവർ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത് റെഡിയാക്കി തരുന്നതാണ്. പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സെയിം നമ്പറിലുള്ള ആരെങ്കിലും മൊബൈൽ നമ്പർ, ആ സെയിം മൊബൈൽ നമ്പർ ആരുടെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ രണ്ടാളും കൂടി ബാങ്കിൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ചിലപ്പോൾ വേറെ ബാങ്ക് ആണെങ്കിൽ തന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ സാധാരണ ഗൂഗിൾ പേ എങ്ങനെ ഓപ്പൺ ചെയ്യുമോ അതേപോലെ തന്നെ ഓപ്പൺ ചെയ്ത് നമ്പർ ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎം എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ടെക്നോളജി ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ മറക്കാതെ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നത് വരെ ബൈ.